മെസ്സി കേരളത്തിലേക്ക് വരുന്നുവെന്നത് വളരെ ആവേശത്തോടെയാണ് കേരളത്തിലെ ഫുട്ബോൾ പ്രേമികൾ, പ്രത്യേകിച്ച് മലപ്പുറത്തുകാർ സ്വീകരിക്കുന്നത്. അതിൽ രാഷ്ട്രീയമൊന്നും ചർച്ച ചെയ്യുന്നില്ല. മെസ്സി വരട്ടെ, ഞങ്ങൾക്ക് അത്രയും ഇഷ്ടമാണ്, ആരാധനയാണ്. പക്ഷേ ഇവിടെ ഉയരുന്ന മറ്റൊരു ചോദ്യമുണ്ട്. എന്താണ് കേരളത്തിലെ ഫുട്ബോൾ സ്റ്റേഡിയങ്ങളുടെ അവസ്ഥ? ഓരോ പഞ്ചായത്തിലും ഓരോ സ്റ്റേഡിയമെന്ന് സർക്കാർ മുൻപ് പ്രഖ്യാപിച്ച ഒരു കാര്യമായിരുന്നു. നമ്മളിപ്പോൾ നിൽക്കുന്നത് നിലമ്പൂർ എടക്കര പഞ്ചായത്തിലെ ഏക സ്റ്റേഡിയത്തിലാണ്, പള്ളിപ്പടി സ്റ്റേഡിയം. ഇത് 15 ലക്ഷം മുടക്കി നവീകരിച്ച സ്റ്റേഡിയമാണെന്നാണ് അവകാശപ്പെടുന്നത്. നമ്മൾ അല്പസമയം മുമ്പ് ഇതിൻ്റെ ഒരു ശിലാസ്ഥാപനം ഒക്കെ കണ്ടതാണ്. അതിൽ 15 ലക്ഷം ഈ ഒരു സ്റ്റേഡിയം, ഈ ഒരു ഗ്രൗണ്ട് ഇങ്ങനെ ആക്കുന്നതിന് മുടക്കിയെന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നതെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. എന്തായാലും നമ്മളുടെ ഈ പ്രദേശവാസികൾ ചേരുന്നുണ്ട്, ഇവിടുത്തെ കായിക പ്രേമികൾ ചേരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നിങ്ങളെ 15 ലക്ഷത്തിൻ്റെ സ്റ്റേഡിയം അല്ലേ? അതെ അതെ അതെ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാലോ 15 ലക്ഷം രൂപയ്ക്കുള്ള എന്തൊക്കെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. 2017 അൻവർ MLA ആണ സമയത്ത് 15 ലക്ഷം രൂപ പാസ്സാക്കി ചെയ്തൊരു പ്രവൃത്തിയാണത്. അന്ന് പാസ്സാക്കിയെങ്കിലും പിന്നീട് നമ്മൾ പാസ്സാക്കി കഴിഞ്ഞിട്ട് കുറേ കാലം കഴിഞ്ഞിട്ട് പ്രവൃത്തി നടക്കാത്തത് കൊണ്ട് പരാതി കൊടുത്തതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് പണി തുടങ്ങിയത് തന്നെ. പണി തുടങ്ങിയിട്ട് ഇപ്പോഴും 2019 പൂർത്തീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഫലകം വെച്ചിട്ടുണ്ട് ഇവിടെ. പക്ഷേ ഇവിടെ വന്ന് നോക്കുമ്പോൾ തന്നെ കാണാം, എല്ലാവർക്കും ശരിക്കും കാണാം, ഒരു മഴക്കാലത്തോ കളിക്കാൻ പറ്റില്ല, വേനൽക്കാലത്തും കളിക്കാൻ പറ്റില്ല. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ള സമയത്ത് മാത്രമേ ഇവിടെ കളിക്കാൻ പറ്റുള്ളൂ. മഴക്കാലത്താണെന്നുണ്ടെങ്കിൽ വെള്ളം നിറഞ്ഞുകൊണ്ട് കളിക്കാൻ, ചളി കൊണ്ട് കളിക്കാൻ പറ്റാത്ത അവസ്ഥ. വേനൽക്കാലമാണെന്നുണ്ടെങ്കിൽ പൊടിയും കൊണ്ട് തീരെ കളിക്കാൻ പറ്റാത്ത അവസ്ഥ. അങ്ങനെ സമയത്താണ് കുട്ടികൾക്ക് അലർജിയും കാര്യങ്ങളും അസുഖങ്ങളും മറ്റുള്ള ഉണ്ടാവുന്ന ഒരവസ്ഥ. ശരിക്കും ഈ വശം കെട്ടി മണ്ണിട്ട് ഉയർത്തി അത്രമാത്രം ഉണ്ടാക്കി, അത്രമാത്രം അതും പൂർണ്ണമായിട്ടില്ല. ഇപ്പം നിങ്ങൾക്ക് തന്നെ കാണാം, ഇവിടെ ഒരു 4 അടിയിലെ നെറ്റ് ഇവിടെ വെച്ചിട്ടുള്ളൂ. അതിൻ്റെ താഴേക്ക് അറിയണ ഒരു 10 അടിയോളം താഴ്ചയിലാണ്. ഇപ്പോൾ നേരത്തെ വീഡിയോ കാണിച്ചിട്ടുണ്ടാകും, പന്ത് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ എടുക്കാനുള്ള ഒരു വഴി, ആ വഴിയിൽ നിന്ന് നേരെ 10 അടി താഴ്ചയ്ക്കാണ് പോകുന്നത്. ഒരു സ്റ്റെപ്പും കൂടി ഇല്ലാത്തൊരവസ്ഥയാണ്. ഈ അവസ്ഥയിൽ പിന്നെ ഈ കുട്ടികൾക്ക് കളിക്കാൻ പറ്റാത്ത ഒരു പ്രചോദനം ഇല്ലാത്ത സന്തോഷ് ട്രോഫി MLA ശ്രദ്ധപ്പെടുത്തിയിരുന്നു, പഞ്ചായത്തിന്റെ ശ്രദ്ധപ്പെടുത്തിയിരുന്നു. ഇത് പഞ്ചായത്തിന്റെ ശ്രദ്ധയിലും MLA ശ്രദ്ധയിലും പിന്നെ വിജിലൻസിൽ ബ്ലോക്കിൽ MLAക്ക് ഇത്രയും ആളുകൾക്കൊക്കെ പരാതി കൊടുത്തു. ഞങ്ങൾ പഞ്ചായത്തിലെ ഇട സമയങ്ങളിലൊക്കെ പോയിട്ട് പരാതികളൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇന്നേ വരെ MLA ഇങ്ങനെ പരാതി പോയിട്ട് വരെ MLA ഇന്നേ വരെ തിരിഞ്ഞു വന്നിട്ടില്ല. MLA ആയിരുന്ന അൻവർ ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. തിരഞ്ഞെടുപ്പായിട്ടും വന്നിട്ടില്ല. അതിന് മുന്നും നമ്മൾ ഈ വിഷയമായിട്ട് വന്നിട്ടില്ല. നമ്മളെല്ലാ തലങ്ങളിലും പരാതികൾ കൊടുത്തിട്ടുണ്ട്. നമ്മളെ മന്ത്രി അടക്കം നമ്മൾ നേരിട്ട് അപേക്ഷ കൊടുത്ത് പരാതി കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇന്നേ വരെ നമുക്കൊരു കുട്ടികൾക്ക്, വളർന്നു വരുന്ന കുട്ടികൾക്ക്, ഞങ്ങളതൊക്കെ സമയം കഴിഞ്ഞെങ്കിലും ഇനി വളർന്നു വരുന്ന കുട്ടികളുണ്ടല്ലോ. ഇപ്പോൾ കഴിഞ്ഞ തവണ കേരളോത്സവത്തിലെ വിന്നറായ സംസ്ഥാന ഫുട്ബോൾ ജേതാക്കളായ ടീമുകളാണ് ഇവിടെ ഉള്ളത്. യൂത്ത് ക്ലബ്ബ് പള്ളിപ്പടി എന്ന് പറഞ്ഞത്. അതിൻ്റെ 2 വർഷം മുമ്പ് നമ്മൾ ഫൈനലിൽ റണ്ണേഴ്സായ ടീമും കൂടിയാണ് കേരളോത്സവം ഫുട്ബോൾ മത്സരത്തിൽ സംസ്ഥാന തലത്തിൽ. ഇവിടെ ഒന്നാം പിണറായി ഗവൺമെൻറ്റാണ് ഈ ഒരു പദ്ധതി കൊണ്ടുവന്നത്. അതിനു മുമ്പ് ഈ ഒന്നാം പഞ്ചായത്ത് എടക്കര പഞ്ചായത്ത് രൂപീകരിക്കുന്ന നേരത്താണ് ഈ ഗ്രൗണ്ട് അനുവദിക്കുന്നത്. അതിനുശേഷം ഈ ഒന്നാം പിണറായി ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് ഇത് നവീകരിക്കാനുള്ള 15 ലക്ഷത്തിൻ്റെ പദ്ധതി വന്നത്. അതിൽ വന്നത് കരാറുകാരൻ്റെ ഉദ്യോഗസ്ഥന്മാരുടെയും മറ്റു അനാസ്ഥ കാരണമാണ് ഇവിടെ ഈ പകുതി വെച്ചുകൊണ്ട് ഈ ഗ്രൗണ്ട് ഈ കോലത്തിലാക്കി വെച്ചത്. അതിനൊരുപാട് പരാതികളും ഈ പറഞ്ഞ പരാതികളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് അതിന് ഒന്നും അന്വേഷണം നടത്താനോ ഒന്നും ആരും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം. പിന്നെ ഇവിടെ നമ്മൾ യൂത്ത് ക്ലബിൻ്റെ ആളുകളാണ് ഇവിടെ ഉള്ളത്. ഒരു പ്രാവശ്യം ഇവിടെ സംസ്ഥാന തലത്തിൽ റണ്ണേഴ്സ്, കഴിഞ്ഞ പ്രാവശ്യം വിന്നേഴ്സും ആയിട്ടുള്ള ഒട്ടനവധി കായിക താരങ്ങളുള്ളൊരു നാടാണിത്. അവർക്കൊന്നും കളിക്കാൻ, ഒരു മഴ വന്നാൽ ഇവിടെ കളിക്കാൻ പറ്റാത്തൊരു കോലാണ്. അപ്പോൾ അതിന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഉദ്യോഗസ്ഥന്മാരും എന്താ വെച്ചാൽ ഇങ്ങനെ റെഡിയാക്കി തരണമെന്നാണ് ഞങ്ങളെല്ലാവരും അഭിപ്രായം. ഇത് നമുക്ക് മഴയത്തും കളിക്കാൻ പറ്റുക, വേനൽക്കും കളിക്കാൻ പറ്റുക. വേനൽക്ക് പൊടിയും കൊണ്ട് ഇതിൽ ഇറങ്ങാൻ കഴിയില്ല. മഴയത്താണെങ്കിൽ ഫുള്ള് ചളി. ഇങ്ങനെ ഈ ഇടക്കാലാവസ്ഥയിൽ മാത്രമേ ഇതിൽ കളിക്കാൻ പറ്റുള്ളൂ. നമുക്ക് 15 ലക്ഷം റുപ്യ പാസ്സായിട്ട് ഇവർ പണി കഴിഞ്ഞു എന്ന് പൂർത്തീകരിച്ച് തരുന്നുണ്ട്, ഫലകം വെച്ചു എന്നല്ലാതെ ഉദ്ഘാടനത്തിന് വരെ ഒരാളും വന്നിട്ടില്ല. ഇതിൻ്റെ ഉദ്ഘാടനം നടത്തിയിട്ടില്ല. ഈ ഇത് സമയം വരെ ആയിട്ടും ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞിട്ടില്ല. ഉദ്ഘാടനം നടത്താത്തത്. ഉദ്ഘാടനം ഇതുവരെ 2019 പണി പൂർത്തീകരിച്ചു പറഞ്ഞ ഫലകം വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതുവരെ ഉദ്ഘാടനം കഴിച്ചിട്ടില്ല. ഉദ്ഘാടനം കഴിക്കാത്ത എന്തെങ്കിലും വിഷയങ്ങൾ അവർക്കിടയിൽ തന്നെ തോന്നിയിട്ടുകൊണ്ട് ആണല്ലോ ഉദ്ഘാടനം ചെയ്യാത്തത്. ഇത് നമ്മളെ പഞ്ചായത്തും തിരിഞ്ഞു നോക്കണില്ല,
MLA തിരിഞ്ഞു നോക്കുന്നില്ല. രണ്ട് രാഷ്ട്രീയ പ്രവർത്തകർ പരാതി കൊടുത്തിട്ടും കാര്യം മന്ത്രിക്ക് പരാതി കൊടുത്തു. നമ്മൾ ഒരു വട്ടം നേരിട്ട് നമ്മൾ കൊടുത്തതാണ്. എന്നിട്ട് നമുക്ക് ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടായിട്ടില്ല. ഇതാകെ എടക്കര പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ യുവാക്കൾ ഉള്ള ഒരു സ്ഥലമാണ് ഈ പള്ളിപ്പടി എന്ന് പറഞ്ഞത്. അതിലിപ്പോൾ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ 2 പ്രാവശ്യം സംസ്ഥാന തലത്തിൽ കേരളോത്സവത്തിൽ ചാമ്പ്യന്മാരായിട്ടുണ്ട്. കേരള പ്രീമിയർ ലീഗ് ഇപ്പോൾ കഴിഞ്ഞതിൽ കേരള പോലീസിനെ തോപ്പിച്ച് മുത്തൂറ്റ് FC കപ്പടിച്ച അതിൽ ഇവിടെ ഉള്ള ഒരു നമ്മളെ സോനു എന്ന് പറഞ്ഞ ഒരു കളിക്കാരനാണ് ഉള്ളത്. അപ്പം പിന്നെ അതുപോലെ തന്നെ ഈ എടക്കര പഞ്ചായത്ത് രൂപീകരിച്ചത് മുതൽ UDF ആണ് ഈ പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കല്ല് ഇതിലേക്ക് കൊണ്ടുവരാൻ അവരെ കൊണ്ട് സാധിച്ചിട്ടില്ല. പിന്നെ ഇവിടെ നിയമസഭാ മണ്ഡലം ഇത് MLA ആയിട്ട് 40 വർഷത്തോളം ആര്യാടൻ മുഹമ്മദ് സാറായിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന് ശേഷം ഇവിടെ ഇടതുപക്ഷത്തിന് ഒരു MLA വന്നു. ആ MLAയുടെ ഭാഗമായിട്ടാണ് ഇവിടെ 15 ലക്ഷം പാസ്സാക്കിയത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതിൻ്റെ ഈ ഒരു പദ്ധതിയും കാര്യങ്ങളും ഉണ്ടാക്കിയത്. പക്ഷേ ഇതിൽ ഈ കരാറുകാരൻ്റെ പൂർത്തീകരിച്ചിട്ടില്ല. ഇത് ഈ കരാറുകാരൻ്റെ ഇതിലാണ്. അത് നമ്മൾ നേരിട്ട് ഒരുപാട് പരാതികൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും പിന്നെ ഇതിനപ്പുറം നമുക്ക് ഈ ഗ്രൗണ്ട് വികസിക്കുക എന്നുള്ളതാണ്. മെസ്സി വരുന്നതിൻ്റെ ചർച്ച വരുമ്പോൾ സർക്കാരിന് ചിലവൊന്നുമില്ല എന്ന് മന്ത്രി വീണ്ടും ആവർത്തിക്കുകയാണ്. പക്ഷേ സാധാരണക്കാർ ചോദിക്കുന്നത് കേരളത്തിലെ ഫുട്ബോളിൽ കളിക്കാൻ കുട്ടികൾക്കും കായിക പ്രേമികളും കളിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കാതെ മെസ്സി വന്നിട്ട് എന്താ കാര്യം എന്ന് ചോദിച്ചാൽ അത് എന്താ മറുപടി? ഇപ്പോൾ നമുക്കറിയാം അർജൻറ്റീന എന്ന് പറഞ്ഞാൽ ലോകം അറിയപ്പെടുന്ന ഒരു ടീമാണ് അർജൻറ്റീന. അപ്പം ഇപ്പോൾ ബ്രസീൽ ടീമാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇതര വേറെ ഫാൻസുകളാണെന്നുണ്ടെങ്കിലും മെസ്സി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു ആവേശമാണ്. അപ്പം ആ ആവേശം പിന്നെ ഇവിടെ കേരളത്തിൽ വരിക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യക്ക് തന്നെ അതൊരു മുതൽക്കൂട്ടായിരിക്കും. അത് ഒരു പ്രചോദനമാണ് മെസ്സി വരാൻ തന്നെ. അത് ഈ മെസ്സി വരുന്ന അതേ ഫണ്ട് നമുക്ക് മറ്റുള്ളതിനും വേണ്ടിയും ഈ സർക്കാരിന് സ്വരൂപിച്ചുകൂടെ? ഇപ്പം മറ്റു രീതിയിൽ അതേപോലെ ഇപ്പോൾ ക്യാമ്പ് കൊടുക്കാനാണെങ്കിലും ഫുട്ബോളിൻ്റെ മറ്റെല്ലാ മേഖലകൾക്കും ഈ വിനിയോഗിക്കുന്ന ഫണ്ട് ഇതേപോലെ ഫണ്ട് മറ്റ് സ്പോൺസർമാർ കണ്ടെത്തി അതിനും കണ്ടെത്തിക്കൂടെ? അല്ലേ? അത് ഞങ്ങൾ ചോദിക്കണുള്ളൂ. മെസ്സി വന്നു വെച്ചാൽ വേറെ പ്രശ്നം ഇവിടെ കാണില്ല. അതേ ഫണ്ട് വേറെ ഇതിലും നമുക്ക് കണ്ടെത്തിയിട്ട് മെസ്സിയെ കൊണ്ടുവരാനുള്ള ഉഷാറ് സ്റ്റേഡിയം ഉണ്ടാക്കാനും വേണമെന്നല്ലേ? അതെ, തീർച്ചയായിട്ടും. കാരണം കളിച്ചു വരുന്ന ഒരുപാട് പ്ലേയേഴ്സ് മക്കളുണ്ട് ഇവിടെ. ഈ കുട്ടികളൊക്കെ ഇവിടെ ഒന്ന് കളിക്കണതാണ്. പക്ഷേ ഇവർക്ക് ഈ പറയണ മാതിരിക്ക് മഴയത്ത് കളിക്കാനും പറ്റില്ല, ഈ വെയിലത്ത് കളിക്കാനും പറ്റില്ല. പൊടി പാറിയിട്ട് അലർജിയാണ്. ഒരുപാട് പ്ലേയേഴ്സിൻ്റെ വാപ്പാരും ഈ ഗ്രൗണ്ടിലേക്ക് വിടാതെ. കാരണം എങ്ങനെ വിടുക? കാരണം മഴയത്തും ഒക്കെ വെയിലാകുമ്പോൾ ഒരു പൊടി ഒരു പകുതിയിലേറെ പൊടിയാവും. മുട്ടി എത്ര വന്ന് പൊടിയിലാണ് ഈ മക്കൾ കളിക്കുന്നത്. അലർജിയാണ് കൂടുതൽ വരുന്നത്. ഇതൊക്കെയാണ്. ഇതൊന്ന് നേരാക്കി തരിക. എന്തായാലും ഈ മെസ്സി വരുന്നത് ഒരു പ്രചോദനം, ഫുട്ബോളിനൊരു ആവേശം. പക്ഷെ അതിന്റെ പ്രതിഫലനം സ്റ്റേഡിയത്തിലും കൂടി കാണണം അല്ലേ? തീർച്ചയായിട്ടും കാണണം. 50 സെന്റ് സ്ഥലമാണ് എടക്കര പഞ്ചായത്തിന്റെ ഈ ഗ്രൗണ്ട്. ആകെ ഗ്രൗണ്ടാണ് എടക്കര പഞ്ചായത്തിന് ഇതില്ലത്. ഇത് ആകെ 50 സെന്റ് ഉള്ളൂ. നമ്മളെ ചുറ്റുവട്ടം ഒരുപാട് കുട്ടികളുണ്ട്. ഒരു 7s വരെ ഇതിൽ കളിക്കാതെ നമുക്ക് സൗകര്യമല്ല. 5s നമ്മൾ തുടർച്ചയായി 3 കൊല്ലം നമ്മൾ ഇതിൽ 5s വെച്ചുകൊണ്ട് നമ്മൾ ജീവകാരുണ്യ പ്രവർത്തനം അതൊക്കെ നമ്മൾ ചെയ്തതാണ്. ഈ 35-40 വർഷമായിട്ട് ഈ പഞ്ചായത്തിന്റെ ഒരു ഫണ്ട് പോലും, ഒരു 1000 രൂപന്റെ ഫണ്ട് പോലും ഈ ഗ്രൗണ്ടിൽ എത്തിയിട്ടില്ല. അത് പഞ്ചായത്തിന്റെ അനാസ്ഥയാണ്. പഞ്ചായത്തിനൊപ്പം തന്നെ പല മേഖലകളുള്ള ആളുകളും ശ്രദ്ധിക്കേണ്ട തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവില്ലേ? തീർച്ചയായിട്ടും ഞങ്ങൾ ഇവിടെ ചർച്ച ആവണമെന്നില്ല തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അത് ഗ്രൗണ്ട് റെഡിയായി കിട്ടണം. അത് ഈ ഗ്രൗണ്ട് റെഡിയായി കിട്ടിയാൽ മതി. ഞങ്ങൾക്ക് ഓരോ ഇലക്ഷൻ കാര്യങ്ങളും വരുമ്പോഴേ ഇതിങ്ങനെ ചർച്ചയാവണുള്ളൂ. ആ ചർച്ചയാവാൻ വേണ്ടിയിട്ട് ഇപ്പം നിങ്ങളെ വിളിച്ചു. മെസ്സി വരുന്നതും എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമാണ്. മെസ്സി വരട്ടെ. അത് കേരളത്തിലെ ഫുട്ബോൾ പ്രേമികൾക്ക് വലിയ ആവേശം നൽകുന്ന കാര്യമാണ്. അതോടൊപ്പം തന്നെ കേരളത്തിലെ ഫുട്ബോളിനെ വളർത്താൻ, കായിക മേഖലയെ വളർത്താൻ അടിസ്ഥാനപരമായി നിർവഹിക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതിലൊന്നാണ് ഈ കളി സ്ഥലങ്ങളുടെ വികസനം. പക്ഷേ ഇവിടെ നമ്മൾ കാണുന്നത് 15 ലക്ഷം രൂപ അനുവദിച്ചിട്ടും ആ നിർമ്മാണം പകുതി പൂർത്തിയായി കിടക്കുന്ന ഒരു സ്റ്റേഡിയമാണ്. അതിൻ്റെ കാര്യങ്ങളാണ് പ്രദേശവാസികൾ പറഞ്ഞത്. എന്താണ് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ മെസ്സി വരുന്നതോടൊപ്പം തന്നെ കായിക മേഖലയിലുള്ള ഇത്തരം വിഷയങ്ങളും സജീവ ചർച്ചയാകുമെന്ന് ഉറപ്പാണ്. പ്രജിത് കോങ്ങാടിനൊപ്പം CV അനുമോദ്, ന്യൂസ് 18.